പ്രിയമുള്ളവരെ, എവിടെ തുടങ്ങണം, എന്ത് പറയണം എന്നൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല. 23 വയസ്സിൽ ഒരു കൊച്ച് അച്ഛനായിട്ട് ഇവിടെ വന്ന ഓർമ്മ ഈ 50 വർഷത്തെ നമ്മുടെ ജൂബിലി ആഘോഷത്തിലെ 5 വർഷം 4.5 വർഷത്തോളം എനിക്കിവിടെ കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കും. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഇടവക വികാരിയായി ചുമതലയേൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. നാട്ടിലെ ഒരു സാധാരണ ഇടവകയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ബാംഗ്ലൂർ ഇടവകയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഒത്തിരി നല്ല കേൾവി മാത്രമാണ് ബാംഗ്ലൂർ ഇടവകയെക്കുറിച്ച് ഞാനിവിടെ വരുന്നതിന് മുമ്പും എനിക്കുണ്ടായിരുന്ന അറിവ്. എന്നാൽ ഇത്രയും അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൊച്ചച്ഛൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൽ ഇവിടെയുള്ളവർക്കെല്ലാം അല്പം ആശങ്കയും ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലേക്ക് വരാൻ കാരണം അന്നത്തെ ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന തേവലോസ് തിരുമേനിയാണ്. ഒരുപക്ഷെങ്കിൽ ശമാശനായിരിക്കുമ്പോൾ തന്നെ അച്ഛനാക്കിക്കൊണ്ട് കൽപ്പന ലഭിക്കുന്ന ആദ്യത്തെ അച്ഛന് ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് ബാംഗ്ലൂർ പള്ളിയിലെ വികാരിയായുള്ള കൽപ്പന ലഭിക്കുമ്പോൾ ഞാനന്ന് ശമാശൻ മാത്രമാണ്, പൂർണ്ണ ശമാശനാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് വൈദികനാകുമ്പോൾ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശമാശനായിരിക്കുമ്പോൾ തന്നെ തേവലോസ് തിരുമേനി എനിക്ക് ഈ പള്ളിയുടെ ചുമതല തന്നുകൊണ്ട് കൽപ്പന എനിക്ക് തരുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം, ഈ റോഡിൽ ഇൻഡോറിൽ കഷ്ടാനുഭവാഴ്ച കഴിഞ്ഞ് 1984 ഒരു ജൂൺ മാസം ഞാനിവിടെ വരാനിടയായി. അന്ന് ഞാൻ പള്ളിയിൽ വികാരിയായിട്ട് ചുമതല ഏറ്റിട്ടില്ല, അതിന് മുമ്പാണ്. തോമസ് അച്ഛൻ ഇവിടെ ഉണ്ട്. ഇവിടെ വരാൻ കാരണം എനിക്ക് ബോംബെയിൽ നിന്നും ബസ് മാർഗമാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കറ്റ്. അത് ബാംഗ്ലൂർ വഴിയാണ്. ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല. അന്ന് ഫ്ലൈറ്റ്സ് ഒന്നും ഫ്രീക്വൻ്റ് ആയിട്ടില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊന്നും അന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല 80-കൾ. ഞാനിവിടെ വന്നു. അന്ന് ബെൽബോട്ടമൊക്കെ മാറി ടൈറ്റ് പാൻസൊക്കെ ഉള്ള ഒരു സമയമാണ് 80-കളുടെ മധ്യേ. ഞാനൊരു ചുള്ളൻ പയ്യനെ പോലെ ഇവിടെ വന്നത്. കുപ്പായമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ആർക്കും അറിയില്ല. അപ്പം ഞാനിവിടെ വരുമ്പോൾ, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസ്മെൻറ്റിൽ ഗായക സംഗീതത്തിൻ്റെ പാട്ട് കേൾക്കാം. താഴെ ഫസ്റ്റ് ഫ്ലോറിൽ പാർസനേജിൻ്റെ 2 മുറി, ഒരു മുറിയും കിച്ചനും മാത്രം കംപ്ലീറ്റഡ് ആണ്. ബാക്കിയെല്ലാം പില്ലറിൽ നിൽക്കുവാണ്. ഈ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ മുകൾ വശത്ത് കുറച്ച് പില്ലർ മാത്രം പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാൻ ഗായക സംഘം പാടുന്നത് കേൾക്കാൻ താഴെ ഇറങ്ങി വന്നു. ഞാൻ പുറകിൽ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേസി ആൻറ്റി തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഉണ്ട് അവിടെ. ദീപ പിയാനോ വായിക്കുന്നു. അങ്ങനെ അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അപ്പോൾ ഞാനതൊന്നും മിണ്ടിയില്ല. ഞാനത് കേട്ടോണ്ടിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി അത് അങ്ങനെയല്ല പാടണേ. അപ്പം ഈ പുള്ളി എവിടെ നിന്ന് വന്ന്, ഈ ചുള്ളൻ ചെറുക്കൻ എവിടെ നിന്ന് വന്നാന്ന് പറഞ്ഞു. ഇവരുടെ ഇടയിൽ സംസാരമാകപ്പെടെ. അപ്പം ഈ ഗ്രേസി ആൻറ്റി ഒരു ലീഡറാണെന്നു ഈ കൊയറിലെ. അപ്പം ഗ്രേസി ആൻറ്റിക്ക് ഒരു CSI ടച്ചുണ്ട്, അറിയാമല്ലോ. ഈ CC-കാരുടെ പാട്ടൊക്കെ ഒത്തിരി മർത്തമ്മ സഭയുടെയും പാട്ടുകളൊക്കെ ഒത്തിരി മനോഹരമാണ്, നല്ല പാട്ടുകളാണ്. പക്ഷെ ഞങ്ങളുടെ പാട്ടുകൾ വരുമ്പോൾ കുറച്ചുകൂടെ കൂടി ഒരു കല്യാണത്തിനൊക്കെ കുറച്ച് മേളത്തോടു കൂടിയൊക്കെയാണ് പാട്ട് പാടുന്നത്. അപ്പം ഞാനിങ്ങനെ കേട്ടു. അപ്പം ഒരു പാടുകയാണ്, അന്യൻ വീൺമൺ വാസികളെ
സന്തോഷിപ്പിച്ചോൻ. അപ്പൊ അത് ശരിയല്ല, കല്യാണത്തിന്റെ പാട്ടുകൾ അങ്ങനെയല്ല. അപ്പൊ ഞാൻ ധന്യൻ വിൺവൺവാസികളെ സന്തോഷിപ്പിച്ചോൻ, ഭക്തർ കരുളുക കരുണാബ്ദേ മശീഹ സന്തോഷം. ഞാൻ പാടിക്കൊടുത്തു, പക്ഷെ എവിടെ കേൾക്കാനാ? അവരങ്ങനെ തന്നെ പാടുള്ളായിരുന്നു. നമ്മൾ ശീലിച്ചതൊക്കെ മാറ്റാൻ അത്ര എളുപ്പമല്ലല്ലോ. അവിടെയല്ല അതിൻ്റെ സർപ്രൈസ്, അവിടെയല്ല. അപ്പം ഞാൻ അന്നേരം ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ അറിയാവുന്നവരാരും ഇവിടെ ഇല്ല. തോമസ് അച്ഛൻ എന്തോ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആണല്ലോ, അതിൻ്റെ തിരക്കിൽ പുള്ളിക്കാരൻ ഓടി നടക്കുക. പിറ്റേ ദിവസം ഞാനാ കുർബാന ഇരണേ. പിറ്റേ ദിവസം കാപ്പയൊക്കെ ഇട്ട് ഞാൻ പടിഞ്ഞാട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ ചുള്ളൻ ചെക്കനാണ് ഇവിടുത്തെ അച്ഛനായിട്ട് കുർബാന ചെല്ലുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്നേരത്തെ അവരുടെയൊക്കെ ഒരു കയസംഘത്തിലെ ഒരു സർപ്രൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരിക്കലും മറക്കുകയല്ലാത്ത ഒരു കാര്യമാണ്. ഒരു പക്ഷേങ്കിൽ ബാംഗ്ലൂർ പള്ളിയിൽ ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നത്തെ ഞാൻ ആകുമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അത്രമേൽ എനിക്ക് പല കാര്യങ്ങളും ഇവിടെ നിന്നും പഠിക്കാൻ സാധിച്ചു. എൻ്റെ ഒരു ആത്മീയ യാത്രയിൽ, എൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ, എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആസ് എ പ്രീസ്റ്റ്, അതിലൊക്കെ എനിക്ക് പലതും പഠിക്കാൻ ജോയ് പനക്കൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇവിടുത്തെ കുറച്ച് സീനിയർ മെമ്പേഴ്സിൻ്റെ പേര് പറഞ്ഞു. വാസ്തവത്തിൽ ഒത്തിരി വസ്തുതയുള്ള കാര്യമാണ്. നിശ്ചയമായിട്ടും ഒരിടവക എന്നുള്ള നിലയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ പൊതുയോഗത്തിലുമൊക്കെ ചില സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായി. ആ സംഘർഷം അയവ് വരുത്താൻ, അത് കോംപ്രമൈസിൽ തീർക്കാനൊക്കെ ഞാൻ എടുത്ത എഫേർട്ട് ഇവിടെ പല സീനിയർ മെമ്പേഴ്സിനൊക്കെ അറിയാം. ഞാൻ അന്നേരമൊക്കെ നമ്മുടെ ഇടവകയിൽ എല്ലാ സീനിയേഴ്സിൻ്റെ അടുക്കൽ പോകും. അവരോട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആരായും. ഇവിടെ പറഞ്ഞതുപോലെ ജോൺ സാറ്, അതുപോലെ തന്നെ കുര്യൻ ജോൺ സാറ്, പിന്നെ നമ്മുടെ ടി എ വർഗീസ് അങ്കിള്, പിന്നെ നമ്മുടെ സി കെ തോമസ്, ഒ എം തോമസ് തുടങ്ങി ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. തോമസ് കഫേല് തോമച്ചായൻ, നമ്മുടെ കോരുത്, കളരിക്കൽ പ്രദേശ്, അങ്ങനെ അനേകം ആളുകൾ. ഞാൻ വരുന്ന കാലത്ത് ടി ജോൺ അങ്കിളൊന്നും ഇവിടെ അത്ര സജീവമായിരുന്നില്ല. എൻ്റെ ടെന്യൂർ തീരുന്ന സമയത്തൊക്കെയാണ് അങ്കിളൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നതും താമസം മാറ്റുന്നതും. പക്ഷെ മക്കൾ അന്ന് ഫിലോമിനാസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള വീട്ടിൽ അവരൊക്കെ താമസിക്കുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ജോയ് പനിക്കൽ അങ്കിളും അതുപോലെ തന്നെ ടി കെ തോമസ് അങ്കിൾ, കളരിക്കൽ രാജായൻ, അതുപോലെ തന്നെ കെ എം തോമസ്, കെ പി ജോസഫ് അങ്കിള്, കെ എം ജോസഫ് അങ്കിൾ, അങ്ങനെ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുമായി അടുത്ത് പെരുമാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണമായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച്. അതിൽ കൺസ്ട്രക്ഷൻ കാര്യത്തിന് വേണ്ടി കൂടെ നിന്ന പലരുണ്ട്. അതിലേറ്റവും പ്രധാനമായി എന്നെ സഹായിച്ച ഒരാളാണ് കളരിക്കലെ രാജായൻ. അതുപോലെ തന്നെ ജ്ഞനായ സമുദായവും നമ്മൾ തമ്മിൽ അന്ന് ഒരു ഭിന്നതയോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കെ എം ജോസഫ് അങ്കിള് വളരെ സജീവമായി പള്ളിയുടെ എല്ലാ കാര്യത്തിലും സജീവനായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്ററായിരിക്കുന്ന ജോർജിൻ്റെ ഫാമിലി തുടങ്ങി ഏലിയാസ് തുടങ്ങി ജ്ഞനായ സമുദായത്തിലെ അനേകം വരുന്ന വിശ്വാസികൾ, സഹോദരങ്ങൾ, അവരെല്ലാവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയ ഒരു കാലം. നമ്മുടെ ബേബി ചേട്ടൻ തുടങ്ങി, കെ പി ജോസഫ് അങ്കിൾ തുടങ്ങി, കോരുത് തുടങ്ങി ധാരാളം ആളുകളുണ്ട്. പേരുകൾ പറയുമ്പോൾ കുഞ്ഞനങ്കിള്, അതുപോലെ തന്നെ കോശയങ്കിള്, തോമസ് അങ്കിള്, കോശയങ്കിള് ബ്രദർ തുടങ്ങി ഒത്തിരി പേരുണ്ട്. പലരും പലരും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളെ അല്പമെങ്കിലും നൊമ്പരപ്പെടുത്തുന്നത്. ഞാൻ ഇവിടെ 4 വർഷം ശുശ്രൂഷ ചെയ്യുമ്പോൾ വലിയൊരു ഇഴയെടുപ്പുമുണ്ടായിരുന്നു എല്ലാവരുമായിട്ട്. എനിക്ക് തോമസ് അച്ഛൻ ശേഷിച്ചിട്ട് പോയ ഒരു വിജയ് സൂപ്പർ സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ വിജയ് സൂപ്പർ സ്കൂട്ടറിൽ ഞാൻ ബാംഗ്ലൂരിൻ്റെ കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും സഞ്ചരിക്കാത്ത
ഇടവഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടതായിട്ട്. അന്ന് ഇവിടെ എനിക്ക് മധുബഹായിൽ സഹായിച്ചിരുന്ന ഒരു തോമസ് ഉണ്ട്. പിന്നീട് പെന്തക്കോസ്തിൽ പോയെന്ന് എനിക്ക് തോന്നുന്നു. തോമസും ഞാനുമാണ് എല്ലാ വീടുകളിലും പോകുന്നത്. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അന്നും നല്ല ഒരു യൂത്തിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂടെയുണ്ട്. അപ്പോൾ യൂത്തിനെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നുള്ളതൊരു അന്നത്തെ ഒരു ചിന്തയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോയിയോടും അതുപോലെ അന്നത്തെ ഇടവകയിലെ ചുമതലക്കാരോട് നമുക്ക് ഇവിടെ ഈ കുട്ടികൾ യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ ഒരു ടേബിൾ ടെന്നീസ് ഒരു ടേബിൾ വാങ്ങിക്കാനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ ടേബിൾ ടെന്നീസ് പള്ളിയിൽ കഴിഞ്ഞും സാറ്റർഡേയ്സിലും അതുപോലെ തന്നെ സമയമുള്ളപ്പോഴുമൊക്കെ യൂത്തിലെ പിള്ളേർക്ക് വന്ന് ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയതോടുകൂടി ഇവിടെ യുവാക്കളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം എനിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അത് നമ്മുടെ ഈ ചർച്ചിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ നമുക്ക് കിൻഡർ ഗാർഡൻ ഉണ്ട് സ്കൂളിൻ്റെ. 1-ാം ക്ലാസ് തുടങ്ങിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, വളരെ അതിൻ്റെ പ്രൈമറി സ്റ്റേജാണ്. അപ്പോൾ സ്കൂൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സൊസൈറ്റിയിലെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതിനുവേണ്ടി അന്ന് ഫെസിലിറ്റീസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും അന്നൊരു വാസുദേവൻ ഉണ്ടായിരുന്നു ഇവിടെ സൂപ്പർവൈസറായിട്ട്. ഞാനും അവനും കൂടി ഇവിടെ ഈ ശിവാജി നഗറിലും അതുപോലെ തന്നെ വസന്ത് നഗറിലും തുടങ്ങി കയറി ഇറങ്ങാത്ത മുസ്ലിംസിൻ്റെയും ഹിന്ദുസിൻ്റെയും ഇവിടെയുള്ള സാധാരണക്കാർ വീടുകളൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി ഒരു 4 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളിന് ഒരു സാമാന്യം ഭേദപ്പെട്ട, എനിക്ക് തോന്നുന്നത് അപ്പർ പ്രൈമറി വരെ ഞാനുള്ളപ്പോൾ സ്കൂള് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അന്ന് കറസ്പോണ്ടൻ്റായിട്ട് ഇരുന്നതൊക്കെ നമ്മുടെ KT തോമസ് അങ്കിളാണ്. അങ്ങനെ എല്ലാ നിലകളിലും ഈ ഇടവകയുടെ വളർച്ചയിൽ എനിക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിച്ചു. ഒത്തിരി സ്നേഹം ഇവിടെയുള്ള ആളുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒരു ബാച്ചിലർ പ്രീസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല അന്ന്. ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മുസ്ലിമാണ് ഇവിടുത്തെ അന്നത്തെ വാച്ച്മാൻ. അവൻ്റെ ഭാര്യ, അവൻ്റെ 2 പട്ടികളുണ്ടായിരുന്നു. ലാബിൻ്റെ 2 കറുത്ത പട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല മനോഹരമായ 2 ലാബിൻ്റെ ഡോഗ് ഉണ്ടായിരുന്നു. അവരായിരുന്നു വലിയ കൂട്ട് നമുക്ക് ഇവിടെ. അങ്ങനെയുള്ള ഒത്തിരി മെമ്മറീസ് എൻ്റെ മനസ്സിലുണ്ട്. ഭക്ഷണം പലപ്പോഴും UTC പോയി കഴിക്കും, അല്ലെങ്കിൽ നമ്മളുടെ വീടുകളെല്ലാം എനിക്ക് വേണ്ടി തുറന്നു തരും. എപ്പോൾ ചെന്നാലും ഭക്ഷണം കഴിക്കും. തോമാച്ചായൻ്റെ തോമസ് കഫേ വളരെ ഫേമസ് ആണ്. അപ്പോൾ തോമസ് കഫേ അന്ന് അവർക്ക് അവിടെ ഹോട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് പറയണ ഫുഡ് ഇവിടെ കൊണ്ടുതരുന്ന ഒരു രീതികളും ഉണ്ടായിരുന്നു. നമ്മുടെ ആൻറ്റിമാർ വീട്ടിൽ നിന്നുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ ഹൗസ് വിസിറ്റിംഗ് എപ്പോഴും എൻ്റെ ഒരു പാഷനായിരുന്നു. അങ്ങനെയുള്ള 1-to-1 കോണ്ടാക്റ്റിലൂടെ ഈ ഇടവകയെ അതിശക്തമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഇടവകയുടെ വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഞാൻ ധാരാളം ഇടവകകളിൽ പോയിട്ടുണ്ട്, ഒത്തിരി ഇടവകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ബാംഗ്ലൂർ ഇടവക അതിനൊരു യുണീക്ക് നേച്ചറുണ്ട് ഈ ഇടവകയ്ക്ക്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്തെല്ലാം കുറവുകൾ വന്നാലും വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനം മാത്രമാണ് നമ്മളുടെ സീനിയർ മെമ്പേഴ്സും സീനിയർ ജൂനിയർ അന്നുള്ളവരെല്ലാവരും തന്നെ എന്തെങ്കിലും പറയുവാണെങ്കിൽ വളരെ ക്രിയാത്മകമായിട്ട് പറയുള്ളൂ. നമ്മൾ ഒരിക്കലും വൂണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വാക്ക് പോലും അവരാരും സംസാരിക്കുക. അത്രയ്ക്ക് ഡിഗ്നിഫൈഡ് ആയിട്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാം അന്ന് ഇടപെട്ടിരുന്നതും തിരുമേനിമാരെയും വൈദികരെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അത്രമേൽ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. മൺമറഞ്ഞു പോയ നമ്മുടെ സീനിയർ മെമ്പേഴ്സിനെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ ഞാനൊന്നും എഴുതിയെടുത്തിട്ടില്ല. അവരുടെ എല്ലാം പേരുകൾ എൻ്റെ മനസ്സിൽ നല്ല നിലയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അത്രമേൽ വലിയ ഒരു ഇഴയെടുപ്പമായിരുന്നു ഇവിടെയുള്ള ഓരോ മെമ്പേഴ്സുമായിട്ട്. അവിടെ നമ്മളിവിടെ സാമ്പത്തികമായി നല്ല നിലവാരം പുലർത്തുന്ന ആളുകളുണ്ട്, മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളും ഉണ്ട്. കുഞ്ഞു കുഞ്ഞു വീടുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഇടപെടൽ, എൻ്റെ സൗഹൃദം, എൻ്റെ മിനിസ്ട്രി അതെല്ലാവരിലേക്കും ഒരുപോലെ എത്തിക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു.
അവിടെ ഞാൻ വലിപ്പ ചെറുപ്പം ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടവകയുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയെക്കുറിച്ച് എനിക്ക് ഓർത്ത് പറയുവാനായിട്ടുള്ളത്. ജോസച്ചൻ എന്നുള്ള ഞാൻ അറിയപ്പെടുന്നത് അത് ഇവിടെയുള്ള സീനിയർ അന്നത്തെ മെമ്പേഴ്സിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടുള്ളത്. അത് എന്നോട് മാത്രമല്ല, ഇവിടെ ഇരുന്ന മെത്രാച്ചന്മാരായ ഓരോ വൈദികരോടും അങ്ങനെയുള്ള വലിയ ഒരു ഇൻറ്റിമസി, ഒരു ഇഴയടുപ്പം വലുതായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അത് മെത്രാച്ചനായപ്പോൾ അത് ജോസ് തിരുമേനിയായിട്ട് അവർ മാറ്റി. ഇന്ന് ഞാൻ രാവിലെ കാർ ഓടിച്ചു പോരുമ്പോൾ എൻ്റെ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് സുനിലാണ്. സുനിലിപ്പം പള്ളിയുടെ ചുമതലയുള്ള ആളാണ്. അപ്പോൾ ഞാൻ സുനിലിനോട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ സുനിൽ എന്നോട് ചോദിച്ചു, ജോസ് തിരുമേനി ഇന്നലെ വരെ വിളിച്ചിരുന്നില്ല, ഇപ്പം ജോസ് ബാവ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൽ ഇച്ചിരി ചേർച്ചക്കുറവുണ്ട്, അതുകൊണ്ട് ഒന്നുകിൽ പേരൊന്നും വിളിക്കേണ്ട, ബാവ എന്ന് വിളിച്ചാൽ മതി, അതല്ലെങ്കിൽ അതിനൊരു ചേർച്ചക്കുറവുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോഴും എൻ്റെ പഴയ പേരിനോടുള്ള നിങ്ങൾക്കുള്ള ഇഷ്ടം, അതിൻ്റെ ആഴമെന്ന് പറയുന്നത് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ എനിക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ച ആ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം. ഇന്നിപ്പോൾ ഇങ്ങനെയൊരു സ്ഥാനത്തേക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ എത്തിപ്പെട്ടു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനൊക്കെ ഞാൻ എത്രമാത്രം അർഹനാണ് എന്നുള്ളതിന് എനിക്ക് പോലും വലിയ ബോധ്യങ്ങളൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവനാകും എന്നുള്ള ആ ഭാഗമാണ്, ആ വേദഭാഗമാണ് എപ്പോഴും ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നത്. അപ്രകാരം ദൈവം ഇത്രയുമൊക്കെ കൂടെ നടന്ന് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണം. സഭയ്ക്ക് വലിയ പ്രതിസന്ധിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അല്പം ശാന്തത ഇന്ന് സഭയിൽ പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ആ ശാന്തത ഒരു ശാശ്വതമായ ശാന്തതയിലേക്ക് മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശാശ്വതമായ സമാധാനം സഭയിലുണ്ടാകണമെന്നുള്ളത് ഏത് കാലത്തെയും വലിയൊരു ആഗ്രഹമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽക്കുള്ള മുറിപ്പാടുകൾ, കലഹത്തിൻ്റെ, വ്യവഹാരത്തിൻ്റെ, തർക്കങ്ങളുടെ ഒക്കെ മധ്യേ കൂടി നടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 13 വയസ്സിൽ കുപ്പായമിട്ട് സഭാ ശുശ്രൂഷയിൽ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. ആ നിലയിൽ നോക്കുമ്പോൾ അന്ന് മുതൽക്കുള്ള കണ്ടതും കേട്ടതും അനുഭവിച്ചതുമൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത മുറിപ്പാടുകൾ സമ്മാനിച്ചിട്ടുള്ള അനുഭവമാണ് സഭാ അന്തരീക്ഷത്തിൽ അന്ന് മുതൽക്കുള്ളത്. ഇതെല്ലാം ഒന്ന് തീർന്ന് ശാന്തതയുണ്ടാകണം, സഹോദരങ്ങളുമായിട്ടുള്ള ഒരു സഹവാസം സൗഹൃദപരമായി സമാധാനപരമായി സഹോദരീ സഭകളായി മർത്തോമാ സഭയും കത്തോലിക്ക സഭയും ഒക്കെ ആയിരിക്കുന്നത് പോലെ ആകണമെന്നുള്ള ആഗ്രഹം മനസ്സിൻ്റെ അഗാധത്തിലുള്ളതായ വലിയൊരു വികാരമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അതിലേക്ക് എത്തിപ്പെടുവാൻ ഇനിയും വളരെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അടുത്ത ആഴ്ച അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു 6 ആഴ്ചത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് പോകാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ അമേരിക്കയിലേക്കുള്ള ആ യാത്ര മാറ്റിവെച്ചു. കാരണം വ്യവഹാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ വീണ്ടും മറുവിഭാഗത്തിലെ ആളുകൾ തുടങ്ങുന്നു, അതിനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യത്തിലും ഇവിടെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായതിനാലും ഞാൻ അമേരിക്കയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നിരാശപ്പെടുന്നില്ല. വലിയ പ്രത്യാശയോടുകൂടിയാണ് ഈ യാത്ര മുന്നോട്ട് തുടരുന്നത്. അതിൽ നമ്മുടെ സഭയിലെ അഭിമന്യരായ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ വിശ്വാസി സമൂഹവും എത്രമാത്രം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടും വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് കൂടെ നിന്ന് മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒട്ടും നിരാശയില്ല. പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ദിനങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടട്ടെ. 50 വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് 50 വർഷം മുമ്പ് സെൻറ്റ് ജോൺസ്
മാർക്കറ്റിലുള്ളതായ സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്നും നമ്മൾ ഒന്നുമില്ലാതെ, ഇവിടെ പറഞ്ഞു, ഒരു മെഴുകുതിരിക്കാല് പോലും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞു. ആ പള്ളിയുടെ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള അനേകം കുടുംബങ്ങളുണ്ട്, അസീനിയൻ മെമ്പേഴ്സ്. അവർ ഉയർത്തിപ്പിടിച്ചതായ ആ വിശ്വാസം, അതൊന്നു മാത്രമായിരുന്നു അവരുടെ കരുത്തായിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള നാൾ വഴികൾ ഒത്തിരി നമ്മൾ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി അവസാനം ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് ദൈവം കരുണ ചെയ്ത് നമുക്ക് ഒരുക്കി തന്നു. നിശ്ചയമായിട്ടും ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അതിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് സർവോപരി ദൈവത്തിൻ്റെ വലിയ കൃപ മാത്രമായി നമ്മൾ അതിനെ കണ്ടാൽ മാത്രം മതി. ലേവ്യ പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 50-ാം വർഷം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം, അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും എന്ന് നമ്മോട് പറയുന്നുണ്ട്. ഈ ജൂബിലി വർഷം ഈ അനുഗ്രഹീത ഇടവക ധാരാളം കാര്യങ്ങൾ ഇതിനോടകം ചെയ്തു തീർത്തു. ഇല്ലായ്മയുടെ ഘട്ടങ്ങളിലുമൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരിടവക എന്നുള്ള നിലയിൽ തങ്ങളുടെ സേവനം തുടരുന്നതിൽ നിങ്ങൾക്കൊരിക്കലും പരാജയം സംഭവിച്ചിട്ടില്ല. അത്രമേൽ നന്മയുള്ള ഒരു പറ്റം വിശ്വാസി സമൂഹം, കുടുംബങ്ങളാണ് ഈ സത്യസുറിയാനി സഭയുടെ ഈ ആരാധനയും പൈതൃകവും വിശ്വാസവും കാത്ത് പരിരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും. എത്രമാത്രം നിങ്ങളോട് നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഖനിക്കപ്പെടുന്നത് പ്രതിസന്ധികളുടെ മധ്യയാണ്, നഷ്ടങ്ങളുടെ മധ്യയാണ്. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതിനുള്ള മനസ്സ് കാണിച്ച സീനിയർ മെമ്പേഴ്സിനെ എത്രമാത്രം ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഈ ജൂബിലി വർഷം അന്ന് ഇറങ്ങിപ്പോന്ന ആളുകൾ ഇന്നും നമ്മോടൊപ്പം ഇവിടെ ഉണ്ട്. ഇന്ന് പലർക്കും പ്രായമായി, എനിക്കും പ്രായമായി വരുന്നു. പലരും പലരുടെയും സപ്പോർട്ടോടുകൂടിയൊക്കെയാണ് നടക്കുന്നത്. ഞാനത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഒരു വടി സംഘടിപ്പിച്ചു. അതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ കുറേ കാലമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. എല്ലാവരെയും കാണാൻ സാധിച്ചത് വലിയൊരു സന്തോഷം നൽകുന്നു. 1-2 സന്ദർഭങ്ങൾ വന്നുവെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചില്ല. അത്രമാത്രം ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട്. അത് ഇത്ര വർഷം ഇത്ര കഴിഞ്ഞെങ്കിലും ആ സ്നേഹത്തിന്, കരുതലിന്, അത് പറഞ്ഞു കേട്ടിട്ടുള്ള പുതിയ തലമുറയും അത് പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. പഴയ അന്നത്തെ ഒരു കോൺഗ്രിഗേഷൻ, ഇവിടുത്തെ ബാംഗ്ലൂർ ഇടവക എന്ന് പറയുന്നത് വളരെ ഒത്തിരി നന്മയുള്ള മഹത്വമുള്ള ഒരു ഇടവകയായിരുന്നു. ആ മഹത്വവും നന്മയും ചോർന്നു പോകാതെ പുതിയ തലമുറയും അതിൽ നിന്നും പലതും നിങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പഴയത് മുഴുവനും വിസ്മരിച്ചു പോകരുത്. പഴയ കാലത്തെ കഷ്ടപ്പാടും ത്യാഗവും അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ചവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും സഹനവുമൊക്കെ ഒത്തിരി വലുത് തന്നെയാണ്. നമ്മളതിനെയൊന്നും ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. പെട്ടെന്നൊന്നും ഒരു സംവിധാനങ്ങൾ രൂപപ്പെട്ട് വരുന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ വലിയ കഷ്ടപ്പാടുണ്ട്. ഞാൻ ഈ സമയത്ത് അഭിമന്യ പിതാവായ തിമോത്തിയോസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹം UTCയിൽ പഠിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത്. നിശ്ചയമായിട്ടും സുദീർഘമായ സേവനമാണ് തിരുമേനി ചെയ്തിട്ടുള്ളത്. നമുക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നു. എനിക്കും പല കാര്യങ്ങളിലും പലതിനോടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ചെയ്തിട്ടുള്ളതായ നന്മ പ്രവർത്തികൾ, ത്യാഗമനോഭാവം, സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഇടവകയുടെ മഹത്വത്തിനായി, ഇതിൻ്റെ കെട്ടുപണിക്കായി എല്ലാ അർത്ഥത്തിലും പണിയെടുത്തവരാണ് ഈ അനുഗ്രഹീതരായ വൈദികർ. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അഭിമന്യ തിമോത്തിയോസ് തിരുമേനി തോമസ് അച്ഛൻ. നമുക്കൊരിക്കലും മറക്കാൻ ഒക്കുകയില്ല. ഗ്രേസിയാൻ്റെ എപ്പോഴും പറയും സ്വന്തം അച്ഛൻ തോമസ് അച്ഛൻ, സ്വന്തം തിരുമേനി തോമസ് തിരുമേനി എന്നൊക്കെ എപ്പോഴും പറയും. എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ കൂടുതൽ സ്നേഹം എന്നോട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരത്തെ അത് പറയും തോറും ബാക്കി എല്ലാവരും ഗ്യാങ്ങായിട്ട് കൂടി എൻ്റെ പക്ഷം ചേരും. എന്നാലും ഗ്രേസിയാൻ്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വന്തം തിരുമേനി തോമസ് തിരുമേനി. പക്ഷെ ഇപ്പം മൈൻഡ് മാറ്റിയെന്ന് തോന്നുന്നു. കാത്തോലിക്ക ഭാവത്തോടെ സ്വന്തം ഭാവമായിട്ട് തന്നെ അങ്ങോട്ട് സ്വീകരിച്ചിരിക്കുക. അപ്പോൾ അന്ന് അന്നമ്മ ആൻറ്റി ഉണ്ട്. അന്നമ്മ ആൻറ്റിയാണ് എപ്പോഴും ഗ്രേസിയായിട്ട് അടിയുണ്ടാക്കണേ. എനിക്കെതിരായിട്ട് പറയും, അന്നമ്മ ആൻറ്റി അന്നേരം വഴക്കുണ്ടാക്കും. അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്. ഞാൻ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ഇന്ന് പലർക്കും ഇവിടെ വരാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ചും നമ്മുടെ മാത്യൂസിൻ്റെ വൈഫിന് വരാനായിട്ട് സാധിച്ചില്ല. ഇവിടെ ഒരു വീഴ്ചയൊക്കെ ഉണ്ടായി. അവരെല്ലാവരെയും ഓർക്കുന്നു.
എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും ഈ സമയത്ത് ഒരിക്കൽ കൂടെ അറിയിക്കും. ഞാൻ കാട് കയറി പറഞ്ഞു പോവുകയാണെന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഈ മീറ്റിംഗ് എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതാണ്. കരുണ, കരുതൽ, കാവൽ, ഇത് മൂന്നും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുഖമുദ്രയായിരിക്കണം. അത് മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് തിരുമേനി ഇന്നത്തെ കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം അത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നല്ല മനുഷ്യരുടെ ഒരു സമൂഹമാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ നല്ല മനുഷ്യനാവണം നിർബന്ധമൊന്നുമില്ല. നല്ല ക്രിസ്ത്യാനിക്ക് മാത്രമേ നല്ല മനുഷ്യനാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മെ നന്മയിലേക്കും നല്ല മനുഷ്യനിലേക്കും നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറും പാഴും ശൂന്യവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നതിന് ഇവിടെ തിരുമേനി പറഞ്ഞു, നമ്മളൊക്കെ ഒരു ദിവസം ഇവിടെ നിന്നും യാത്രയാവേണ്ടുന്നവരാണ്. ജീവിതത്തിന് അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് ക്രിസ്തു നമ്മോട് അരുളി ചെയ്യുന്നത്. അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത അനേകം ആളുകളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണന്താനം ആ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ വൈദികരെല്ലാം ആ നിലകളിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ അഭിവന്ദ തിരുമേനിമാരെല്ലാം ആ നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും നന്മയുള്ള മനസ്സൊന്നുകൊണ്ട് മാത്രമാണ്. ഈ ജൂബിലി വർഷം തുടർന്നും നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ. ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റി, ലേബർ ഈസ് ആർ ഫ്യൂ. അതുകൊണ്ട് ധാരാളമുണ്ട് നമുക്ക് ചുറ്റുപാടുകളിലും നമ്മുടെ കെയർ ആവശ്യമുള്ളവർ, നമ്മുടെ സ്നേഹം, കരുതൽ, കാവൽ ആവശ്യമുള്ളവർ. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് തുടർന്നും ആ യാത്ര തുടരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷം ഈ ഇടവകയ്ക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ നന്മകളും നേരുന്നു. 50 ഗായക സംഘം മെമ്പേഴ്സ് ഈ 50 വർഷത്തെ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായി അവർ മനോഹരമായി ഗാനം ആലപിച്ചു. പ്രത്യേകിച്ചും എന്നെ പ്രകീർത്തിച്ചുകൊണ്ടൊരു പാട്ടൊക്കെ പാടി. അതിലെല്ലാവരോടും പ്രത്യേകിച്ച് ഗായക സംഘത്തോടുള്ള പ്രത്യേകമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ഈ ശുശ്രൂഷ തുടരാൻ നിശ്ചയമായിട്ടും ആരാധന കൂടുതൽ അതിൻ്റെ ആത്മീയത അത് പരിപോഷിപ്പിക്കുവാൻ ഗായക സംഘത്തിൻ്റെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ശുശ്രൂഷ ചെറുതായിട്ട് കാണുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വലിയ ഒരു ശുശ്രൂഷ സംഘം തന്നെ നമ്മുടെ മധുബഹായിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഒത്തിരി നല്ലതാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ നില വളർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ്റെ ഈ ഇടവകയിലെ ശുശ്രൂഷ കാലം നിങ്ങളത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രമേൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സമർത്ഥനായ ഒരു റമ്പാച്ചനാണ് സഭയ്ക്ക്. അദ്ദേഹത്തെ കൊണ്ട് വലിയ ഭാവിയും വലിയ പ്രതീക്ഷയും വന്യനായ റമ്പാച്ചനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും കുഞ്ഞുങ്ങളെ ഒന്നിച്ച് കാണാൻ സാധിച്ച ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം എവിടെ പോയാലും പള്ളിയിൽ പിള്ളേരൊന്നും കാണാനില്ല, യുവാക്കൾ കുറവാണ്. മൈഗ്രേഷൻ വ്യാപകമായിട്ട് നടക്കുന്നു. രാവിലെ തന്നെ 8 മണിക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം അണിയിച്ചൊരുക്കി എന്നെ സ്വീകരിക്കുവാൻ നിർത്തിയതിന് സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരിത്രയും സമയമൊക്കെ മിണ്ടാതെ അച്ചടക്കം വലിച്ചിരിക്കുന്ന വലിയ അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. നിശ്ചയമായിട്ടും ഇത്രയും മണിക്കൂറുകൾ അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അനുസരിച്ചിരിക്കുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. കുഞ്ഞുങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവാക്കൾ കുറവാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. ശരിയാണ്, യുവാക്കൾ കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കതിനെയൊന്നും തടയാനൊന്നും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് തുടങ്ങി അവർക്കെല്ലാം പാസ്റ്ററൽ കെയർ കൊടുക്കുന്നതിന് അഭിവന്ദ തിരുമേനിമാരുടെ നേതൃത്വത്തിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റേതായ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അവിടെ പോകുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഹെൽപ്പ് ലൈൻ അവിടെയെല്ലാം എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സഭാ സമയാസമയങ്ങളിൽ
അതിൻ്റെ ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. സഭാസ്ഥാനവുമായി അല്ലെങ്കിൽ മെത്രാപ്പൊലീത്തന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് ഒരു ആസ്ഥാനം പണിയുവാൻ സാധിച്ചു എന്നുള്ളത്. അത് അഭിമന്യ തിരുമേനിയുടെ കാലത്ത് അത് നിർവഹിക്കപ്പെട്ടു എന്നുള്ളതിൽ പ്രത്യേകിച്ചും തിരുമേനിയെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാം വലിയ ഒരു ഉയർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ഒരു ദൈവാനുഗ്രഹം അഭിവന്ദനായ പുണ്യശ്ലോകനായ ഉസ്താദ്യോസ് തിരുമേനിയുടെ വലിയ ഒരു അനുഗ്രഹം തിരുമേനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി താലന്തുകളുള്ള ഒരു അനുഗ്രഹീതനായ ഒരു കൊച്ചു തിരുമേനിയാണ്. തിരുമേനി UK-യുടെ ചുമതലയിലാണ്. അവിടെ വരുന്ന ആളുകൾ UK-യിൽ ഒരു ഭദ്രാസന ആസ്ഥാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അത് മിക്കവാറും ദൈവം അനുവദിച്ചാൽ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നമുക്ക് ഇതിനോടകം 3 പള്ളികൾ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. അതും തിരുമേനിയുടെ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. തുടർന്നും അയർലൻഡിലുമൊക്കെ പുതിയ പള്ളികൾ ആരംഭിക്കുന്നുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. തേഫിലോസ് തിരുമേനിയാണ് മിഡിൽ യൂറോപ്പിൻ്റെ ഭദ്രാസനങ്ങളിലൊക്കെ ചുമതല വഹിക്കുന്നത്. റോമിലും അതുപോലെ മാൾട്ടായിലും അതുപോലെ തന്നെ ജർമ്മനിയിലുമൊക്കെ നമുക്ക് ദൈവാലയങ്ങളുടെ, സ്വിറ്റ്സർലൻഡിലും അതുപോലെ തന്നെ ഉള്ള മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ദൈവാലയങ്ങളുണ്ട്. നമ്മുടെ ആളുകൾ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അഭിമന്യ തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ട് തിരുമേനിമാരും അച്ഛന്മാരുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിത്തത്തിനോ ജോലിക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട് പോകത്തക്കവണ്ണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഇന്നിവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും നിങ്ങൾ തന്ന ഹൃദ്യമായ ഈ സ്വീകരണം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്വീകരണം, അത് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഈ ഇടവകയ്ക്ക് എന്നും എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. അത് ഞാൻ ഒട്ടും ചെറുതായി കാണുന്നില്ല. എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുകൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. തുടർന്നുമുള്ള നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സംബന്ധിച്ചുള്ള യാത്രയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അനേകം ആളുകളുടെ പ്രാർത്ഥനയുടെ ബലത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, എൻ്റെ കഴിവുകൊണ്ടല്ല. സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക മാത്രമാണ്, അധികാരത്തോടെ ഭരിക്കുക എന്നതിലപ്പുറമായിട്ടുള്ള സഭയുടെ പൈതൃകം, സഭയുടെ പാരമ്പര്യങ്ങൾ അത് കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പലയിടങ്ങളിലും സഭയുടെ പാരമ്പര്യങ്ങൾക്ക്, വിശ്വാസാചാരങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ഒരു സാഹചര്യത്തിലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. ഓർത്തഡോക്സ് സഭയുടെ ഒരു പൈതൃകമുണ്ട്, ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യമുണ്ട്. അതിനകത്തു നിന്നുള്ള ചില മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് വഴിവിട്ടു പോകുന്ന പ്രവണത അതാരുടെ ഭാഗത്തു നിന്നായാലും അത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. സഭയിലെ പിതാക്കന്മാർ കൈമാറി തന്നുള്ള പൈതൃകമാണ്, ആരാധനയാണ്, പാരമ്പര്യമാണ്. അതിൻ്റേതായ ഒരു തനിമയുണ്ട്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുമല്ലാതായി പോകുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് കാലങ്ങൾ മാറുന്നു, ആരാധനാക്രമങ്ങൾ മാറുന്നു, ആളുകളുടെ സ്പിരിച്വാലിറ്റിയിൽ വേരിയേഷൻസ് വരുന്നു. പക്ഷേങ്കിൽ ഓർത്തഡോക്സ് സഭ എന്നുള്ള നിലയിൽ നമുക്ക് തനതായിട്ടുള്ള ചില ശൈലികളുണ്ട്, ചില രീതികളുണ്ട്. അതിൽ ആനന്ദം കണ്ടെത്തുവാൻ, അതിൽ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ, ആ വിശ്വാസം അങ്ങനെ അർത്ഥതലങ്ങളിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതല്ലാതെയുള്ള നൂതനമായ ആശയങ്ങൾ അതിൽ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ആത്യന്തികമായി ആന്തരികമായ പരിവർത്തനമാണ് എല്ലാവരിലും വിശ്വാസ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകേണ്ടത് എന്നുള്ളത് സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കരുതലുള്ളവരായിരിക്കണം. നിങ്ങളുടെ കരുതൽ ഏത് സമയത്തും സഭയ്ക്ക് ഏത് ആവശ്യം വരുമ്പോഴും ഉണ്ടായിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. We thank His Beatitude for the words of wisdom and for the spiritual guidance which deepens the bond between Antioch and Malankara.